പ്രൈസ് ദി ലോർഡ്. പ്രിയ വിശ്വാസികളുടെ കൂട്ടമേ, നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. യാക്കോബ് 4:8 പറയുന്നു, ദൈവത്തിങ്കൽ അടുക്കുവിൻ, അവൻ നിങ്ങളോട് അടുക്കും. നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നാണോ ജീവിക്കുന്നത്? ക്രിസ്തുവുമായുള്ള ബന്ധം സ്ട്രോങ് ആണോ? അതോ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രം ചെല്ലുന്നത് ഇടമാണോ ക്രിസ്തു? മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ നമ്മൾ വെള്ളം തേച്ച ശവക്കല്ലതകളാണോ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ ഓഫീസുകളിൽ ഇയർ എൻഡിങ്ങിൽ ഓഡിറ്റിംഗ് നടത്തുന്ന പോലെ ഈ നോമ്പുകാലം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഓഡിറ്റിംഗ് കാലമായി നമുക്ക് കാണാം. ഓഡിറ്റിങ്ങിൽ പലപ്പോഴും ആദ്യം മുഖ്യമായി വേണ്ടത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്ന് വെക്കേണ്ട പല കാര്യങ്ങളുണ്ടാകാം. യെശയ്യാവിൽ പറയുന്നത് പോലെ അന്യായത്തിൻ്റെ കെട്ടുകൾ അഴിക്കുന്നതല്ലേ യഥാർത്ഥ നോമ്പ്. അങ്ങനെയുള്ള കെട്ടുകൾ നമുക്ക് അഴിക്കാം. ഒന്ന് ചിന്തിക്കൂ, അന്യൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ പറയുന്ന തമാശകൾ അവനെ എത്രമാത്രം നമ്മൾ തകർക്കുന്നു അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ നിന്നെല്ലാം നാം പിന്മാറേണ്ടേ? നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻഗണന നൽകി നമ്മൾ സ്വയം ന്യായീകരണങ്ങൾ കണ്ടെത്തി അന്യൻ്റെ നന്മ തടയുന്നത് ശരിയാണോ? അതൊരു ക്രൈസ്തവന് ചേർന്നതാണോ? നമ്മൾ ആത്മീയതായി നടിച്ച് സാക്ഷ്യമില്ലാത്ത ജീവിതം, അത് ക്രൈസ്തവ സമൂഹം തന്നെ എത്ര നാണക്കേടാണ്. ക്രിസ്തുവിനേക്കാൾ അമിത പ്രാധാന്യം കൊടുക്കുന്നതെല്ലാം തെറ്റല്ലേ? ഇതെല്ലാം നമുക്ക് മാറ്റേണ്ടേ? നമ്മളൊന്ന് ശോധന ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും വലിയൊരു ലിസ്റ്റ് ലഭിക്കും. അത് ഡിപ്പെൻസ്, ഓരോ വ്യക്തികളെ ബേസ് ചെയ്തായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടിയെങ്കിൽ ആ ലിസ്റ്റിലുള്ള ഐറ്റങ്ങൾ മാറ്റാൻ നമ്മൾ ശക്തി ഉണ്ടാകണം. അതിനു വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെയാണ് നമുക്ക് പല കാര്യങ്ങളും കറക്റ്റ് ചെയ്യേണ്ട പല വസ്തുതകളുണ്ടാകാം. നമ്മൾ ശരിയെന്ന് ചിന്തിക്കുന്ന പലതും വചനത്തിൻ്റെ അടിസ്ഥാനം നോക്കുമ്പോൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകാം. അത് നമുക്ക് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിതത്തിൽ നാം സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയം എത്രയാണ്? സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ, മറ്റ് ടെക്നോളജികൾ, ഇതൊന്നും വേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എങ്കിലും മാറ്റിവെക്കുന്ന സമയം അല്പം കൂടുതലാണെങ്കിൽ അത് ക്രമീകരിച്ചേ പറ്റൂ. നമ്മുടെ ജീവിതം, അതുപോലെ നമ്മുടെ ആഘോഷങ്ങൾ ആർഭാടമാണോ? ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വേണ്ട എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ശോധനയിൽ അതെല്ലാം അങ്ങനെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായും ക്രമീകരിക്കണം. നമ്മുടെ ജീവിതത്തിലെ മുൻഗണന നൽകുകയും ആത്മീയ ജീവിതത്തിൽ പരിഗണിക്കുന്നുണ്ടോ എന്ന് ശോധന ചെയ്യാം. ഈ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിച്ച് തിരുത്തേണ്ടവ തിരുത്താനുള്ള ശക്തിയും പരിജ്ഞാനവും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് കർത്താവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ വിജയം നൽകാൻ പലതും ആഡ് ഓൺ ചെയ്യേണ്ടി വരും. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ നമ്മൾ പാലാണ് കാക്ഷിക്കുന്നത്, കട്ടിയുള്ള ഭക്ഷണമല്ല. നമ്മൾ ക്രൈസ്തവരിൽ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമുണ്ട്, വലിയ പാപങ്ങളൊന്നും ചെയ്യാതെ, വലിയ ചീത്തപ്പേരുകളൊന്നും ഉണ്ടാക്കാതെ എങ്ങനെയെങ്കിലൊക്കെ മുന്നോട്ട് പോകണം, അല്ലാതെ വലിയ ആത്മീയമായി വളരണം എന്നൊന്നുമില്ല. ക്രിസ്തുവിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന നാം ഇതാണോ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഒന്ന് ചിന്തിക്കും. നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ വളർച്ച നമ്മൾ എത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് അത് കാണുന്നത്. അതിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ ലേറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ദുഃഖം നമുക്കുണ്ടാകും, ആദികളുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ന്യായീകരണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മതിയോ? അതിനോട് കൂടുതൽ പറ്റിച്ചേരാൻ അത് നമുക്ക് ആദ്യം വേണ്ടത് വചനം പഠിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുക. അതുപോലെ കർത്താവുമായുള്ള നല്ല ബന്ധമുണ്ടാക്കണം. അതിനായി പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക, ഇതിനെല്ലാം സമയം കണ്ടെത്തണം. നല്ല ബന്ധത്തിൻ്റെ ഒരു ലക്ഷണമാണല്ലോ സംസാരവും മനസ്സിലാക്കലും എല്ലാം. അതുപോലെ തന്നെ യെരുശലേം ദേവാലയത്തിൽ ശുദ്ധീകരണം നടത്തിയ ക്രിസ്തുവിന് അനുയായികളായ നാം തിന്മയ്ക്കെതിരെ പോരാടണം. ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാവണം നാം. ഒന്ന് ഓർക്കുക, സമാധാനം എന്ന് ഓമനപ്പേരിൽ നമ്മൾ വിളിക്കുന്ന ഈ നിശബ്ദത അല്ലെങ്കിൽ മൗനം, അത് ശരിക്കും ഈ അനീതിക്കും തെറ്റിനും നമ്മൾ നൽകുന്ന വളമല്ലേ? ഒന്ന് ആലോചിക്കും. നമ്മൾ യഥാർത്ഥത്തിൽ
ഈ തിന്മയ്ക്കെതിരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ സമൂഹത്തിൽ കാണുന്ന ഈ അനീതിക്കെതിരെ നമ്മൾക്കാവുന്ന രീതിയിൽ പോരാടിയിട്ടുണ്ടോ? ചിന്തിക്കും. നമുക്ക് അങ്ങനെയല്ല എന്ന് നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചുകൊണ്ടും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുള്ള സമയം കൂടുതൽ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ക്രിസ്തുവിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നോമ്പുകാലം ക്രിസ്തുവിനോട് കൂടുതൽ പറ്റിച്ചേരുവാനും വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നതും നമുക്ക് ആത്മാർത്ഥമായി വചനത്തിലൂന്നി ആത്മശോധന ചെയ്യാം. അതിനായി വിട്ടുകളയേണ്ട പലതും വിട്ടുകളഞ്ഞുകൊണ്ടും തിരുത്തേണ്ടത് തിരുത്തി പുനഃക്രമീകരിച്ചുകൊണ്ടും കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർത്തുകൊണ്ടും ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കാം. ഈ നോമ്പുകാലം കഴിയുമ്പോൾ നാം പഴയ മനുഷ്യരല്ല, മറിച്ച് ക്രിസ്തുവിൽ പുതുക്കപ്പെട്ടവരായിരിക്കണം. ഒന്നുകൂടി പറയട്ടെ, ഈ നോമ്പുകാലം കഴിയുമ്പോൾ നാം പഴയ മനുഷ്യരല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ പുതുക്കപ്പെട്ടവരായിരിക്കണം. അർത്ഥവത്തായൊരു നോമ്പുകാലം ആചരിക്കാൻ ഏവരെയും കർത്താവ് അധികമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നല്ലൊരു ഉയർപ്പ് പെരുന്നാളിൻ്റെ ആശംസകൾ. താങ്ക് യു വെരി മച്ച്.